ഞങ്ങൾ ആദ്യം തന്നെ കുറേ എവിഡൻസ് ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് മാക്സിമം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ കേസ് ഇത്രയും നല്ലൊരു വിധി നമുക്ക് കിട്ടിയത്. അപ്പം പോലീസ് അന്വേഷണ ടീമിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു നമുക്ക് കിട്ടിയത് തുടക്കം മുതൽ. അപ്പോൾ അവർക്ക് പറ്റുന്ന പരമാവധി തെളിവുകൾ അവർ ശേഖരിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിധി നമുക്കിപ്പോൾ ഒരു നല്ലൊരു രീതിയിൽ കിട്ടിയത്. ഇപ്പൊ ഈ ഒരു പ്രതിഭാഗം പ്രധാനമായിട്ട് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഈ പ്രായത്തിന്റെ ഭീഷണിക്ക് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞു. അത് ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ആ ഒരു വാദം പ്രതിഭാഗം വക്കീൽ പറഞ്ഞപ്പോഴത്തേക്കും അതുപോലെ തന്നെയായിരുന്നു ജഡ്ജ്മെന്റിലും സെയിം തന്നെയായിരുന്നു. അപ്പോൾ അത് ഒരുപാട് സന്തോഷം തോന്നി ആ ഒരു ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞപ്പോൾ. ഈ കേസ് തുടങ്ങിയ സമയത്ത് ഇവിടെ വരെ എത്തിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഇത് ഏറ്റവും വരെ പോയാലും എല്ലാവരും തന്നെ ആയിരുന്നു. അപ്പോൾ എവിടെ പോയാലും പോകുമെന്ന് ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് പാറശാല പോലീസിന്റെ ഭാഗത്തു നിന്നും ആദ്യം ഉണ്ടായ ഒരു ഗുരുതര വീഴ്ചയുണ്ട്. അതിന് പക്ഷേ മുതിർന്ന ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് താഴ്ചത്തിൽ ചെയ്തു എന്ന് തോന്നുന്നു. പാറശാല പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടക്കത്തിലൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അവിടെ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് കൂടാതെ പിന്നെ പാറശാല പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നു. CI സജി സാറിന്റെ സാറിന്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ കുറ്റസമ്മതം നടത്തിയ ശേഷവും പിന്നീട് അങ്ങോട്ടുള്ള നാളുകളിൽ തെളിവെടുപ്പിന് വരുമ്പോൾ പോലും നിങ്ങളുടെ അനുജനെ കൊന്നുകളഞ്ഞ ഒരാളായിരുന്നു. പക്ഷെ എന്നിട്ടും നിങ്ങളെ വീണ്ടും പരിഹസിക്കുന്നത് പോലെയായിരുന്നു അവരുടെ പ്രതികരണങ്ങളെല്ലാം. ചിരിച്ചു കളിച്ച് വളരെ സന്തോഷത്തിലായിരുന്നു. കുറ്റവാളിയായി കോടതി കണ്ടെത്തില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു, ശിക്ഷിക്കപ്പെടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു അല്ലേ? മേ ബി അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ബോൺ ക്രിമിനലിന്റെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് തോന്നിയത് അവളെ പലപ്പോഴും കാണുമ്പോൾ. അപ്പോൾ കോടതിയിലായാലും വിചാരണ ടൈമിലായാലും എല്ലാ ദിവസവും ഞങ്ങൾ പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ട്. അപ്പോഴും ഈ ഒരു സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവിടെയും കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. എനിക്കറിയില്ല. പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ആശുപത്രി കിടക്കുന്ന സമയത്ത് വിളിച്ച് സംസാരിച്ചിരുന്നു ഭീഷ്മയെ. അപ്പൊ അതെല്ലാം കോടതി ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് തുറന്നു പറഞ്ഞായിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നല്ലേ? പക്ഷെ അത് അങ്ങനെ പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ളൊരു പോയിസണാണ് അവൾ കൊടുത്തേക്കണം എന്ന് ജഡ്ജ്മെന്റിൽ ഉണ്ടായിരുന്നു. 100% മരണനിരക്കുള്ള ഒരു പോയിസണാണിത്. അപ്പോൾ അത് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ മരണം കൺഫേംഡ് ആണ്. സോ അതുകൊണ്ട് അത് കൃത്യമായിട്ടും ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്ത് തിരഞ്ഞെടുത്തൊരു പോയിസണാണ്. അപ്പോൾ അതാണ്. അതുമാത്രമല്ല, ഇതില് ഇപ്പൊ അന്ന് ഈ ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് ഷാരൂൺ എടുത്ത ഒരു വീഡിയോ ഈ കേസിൽ ഭയങ്കര നിർണായകമായെന്ന് കോടതി പറഞ്ഞിരുന്നു. കാരണം എനിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നതായിരുന്നു പ്രധാനമായും ഗ്രീഷ്മയുടെ വാദം. പക്ഷേ നേരത്തെയും വധശ്രമം നടന്നുവെന്ന് കോടതി തന്നെ പറയുന്നു. അതെ, അത് നല്ലൊരു തെളിവായിരുന്നു. കാരണം അത് ജ്യൂസ് 2 ബോട്ടിലുണ്ടായിരുന്നു. ഒരു ബോട്ടിൽ കളർ ചേഞ്ചും ഉണ്ടായിരുന്നു. അത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. എന്നിട്ട് ചലഞ്ച് എന്നുള്ളൊരു പേരിൽ അനിയന് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അനിയൻ അപ്പോൾ തന്നെ തുപ്പി കളഞ്ഞു എന്നാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞത് എക്സ്പയർ ആയതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിവിട്ടു. അപ്പോൾ അത് നല്ലൊരു തെളിവായിട്ട് വന്നിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് മുമ്പും അതിനുശേഷവുമുള്ള ഗ്രീഷ്മയുടെ സ്വഭാവങ്ങളടക്കം കോടതി പറയുന്നുണ്ടായിരുന്നു നിരീക്ഷണമായിട്ട്. കാരണം ഈ ഗ്രീഷ്മ നേരത്തെയും ഗ്രീഷ്മയ്ക്ക് ഈ വിവാഹം ഉറപ്പിച്ച ശേഷം അല്ലെങ്കിൽ നിശ്ചയിച്ച ശേഷം പലരുമായി ബന്ധമുണ്ടായിരുന്നു. ഷാരോണിനോട് സംസാരിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരോടും സംസാരിക്കുമായിരുന്നു. അപ്പൊ അതൊന്നും ഷാരോൺ തിരിച്ചറിഞ്ഞില്ല. ഷാരോൺ അത്രത്തോളം ഗ്രീഷ്മയെ വിശ്വസിച്ചു എന്നല്ലേ കോടതി പറഞ്ഞു? അതെ, ഷാരോൺ വിശ്വസിപ്പിച്ചിരുന്നു എന്നതാണ് സത്യം. അപ്പോൾ അവർക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. പിന്നീട് ഇതിനു ശേഷം അന്വേഷിച്ചപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അവന് വിശ്വസിപ്പിച്ചതാണ് പറഞ്ഞു, പറ്റിച്ചിരുന്നു. ഗ്രീഷ്മയുടെ അമ്മാവന് 3 വർഷമാണ് ശിക്ഷ. 7 വർഷം വരെ കിട്ടാവുന്ന വകുപ്പുകളായിരുന്നു. പക്ഷെ 3 വർഷമാണ്. അതെ, അത് കോടതി. അതെ, മേ ബി അതുകൊണ്ടായിരിക്കാം. കോടതിയുടെ തീരുമാനം അന്തിമമാണ്. അപ്പോൾ അതിൽ അംഗീകരിക്കുന്നു. അതെ, പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ്. കാരണം ഞങ്ങളതിൽ ഇപ്പോൾ തൃപ്തരാണ്. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു വിധി വന്നത്.